Welcome to AGMS PET classes. I am Radhika. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന ബുക്കിലെ കോഴ്സിലെ 4th യൂണിറ്റ് ആണ്. ദാറ്റ് ഇസ് കരിക്കുലം അഡാപ്റ്റേഷൻ. ഇതിൽ 3 യൂണിറ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ 3 ചാപ്റ്ററിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക, അതിന് വേണ്ട മെഷർമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ബിൽഡിങ്സിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ വരുത്തണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ ഈ യൂണിറ്റിൽ പറയാൻ പോകുന്നത് കരിക്കുലം അഡാപ്റ്റേഷൻ ആണ്. കരിക്കുലം എങ്ങനെയൊക്കെ മാറണം in order to include such differently abled people to the mainstream education. അതിന്റെ ഇൻട്രൊഡക്ഷൻ. Today's classrooms include students with varied learning needs and abilities. ഇന്ന് ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ട്, അതായത് ഏബിൾഡ് ഉണ്ട്, ഡിസേബിൾഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ദേ ഷുഡ് ഹാവ് ടു ഫോളോ എ കൈൻഡ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ചില കുട്ടികൾക്ക് പ്രത്യേക നീഡ് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കരിക്കുലം ആണ് ടീച്ചേഴ്സും ഹയർ അതോറിറ്റീസും ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. Differentiation and universal design help plan flexible goals, materials and assessments. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിഫറെന്റ് പ്ലാൻസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗോൾസ് ആണ് ഓരോ കുട്ടിക്കും സെറ്റ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ട് വേണം ടീച്ചർ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഡിഫറെന്റ് മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പറഞ്ഞിരുന്നു, കണ്ണു കാണാത്ത കുട്ടികൾക്ക് ഓഡിയോസ്, അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ വീഡിയോസ് വിത്ത് സബ് ടൈറ്റിൽസ്, ഇങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അസസ്മെന്റ്, ഇവാലുവേഷൻ ഷുഡ് ഓൾസോ ബി ഡിഫറെന്റ്. Then to support every student, teachers must provide multiple means of representation, expression and engagement. പല രീതിയിൽ ടീച്ചർ ക്ലാസ് റൂമിൽ പെരുമാറേണ്ടി വരും. ഓക്കെ, കാരണം എങ്ങനെയാണ്, ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ പല രീതിയിലുള്ള ക്ലാസ് റൂം റിപ്രസെന്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചെവി കേൾക്കാത്ത കുട്ടിയെ അറ്റൻഡ് ചെയ്യണ പോലെയല്ല കണ്ണു കാണാത്ത കുട്ടിയെ, അതുപോലെയല്ല നോർമലി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയെ. അപ്പൊ അതുപോലെ തന്നെ പലരും പല ആറ്റിറ്റ്യൂഡിലാണ്. ആറ്റിറ്റ്യൂഡ് ഇൻ ദ സെൻസ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ടീച്ചറെ സാധിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന രീതി, അവരെ എൻഗേജ് ചെയ്യുന്ന രീതി, ഗ്രൂപ്പ് വർക്ക് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ടീച്ചർ ഷുഡ് ഹാവ് ടു പെർഫോം എ ലോട്ട് ഓഫ് റോൾസ് ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ദീസ് സപ്പോർട്ട്സ് ആർ കോൾഡ് അഡാപ്റ്റേഷൻ. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടി ക്ലാസ് റൂമിനെ ചേഞ്ച് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു, വിച്ച് ഇൻക്ലൂഡ് ബോത്ത് അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്. അതിനെന്തൊക്കെ വേണം? ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം, അല്ലെ? അതായത് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് റൂം മോഡിഫിക്കേഷൻസ് നടത്തുന്നു. കരിക്കുലം അഡാപ്റ്റേഷൻ. എന്താണ് അഡാപ്റ്റേഷൻ? Curriculum adaptation means changing the curriculum to meet the needs of children with disabilities. നമ്മൾ കരിക്കുലത്തെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. The goal is to help all children access and succeed in the general curriculum. ഈ കരിക്കുലം ഇവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റണം. It may involve changes in content, teaching process, assessment or environment. അല്ലെ, കോണ്ടന്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ടീച്ചിങ് പ്രോസസ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ഇവാലുവേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അതൊക്കെ. അതുപോലെ തന്നെ എൻവയറൺമെന്റ്, ഓക്കെ, അതായത് ചുറ്റുപാടുകൾ, ബിൽഡിങ്ങിന്റെ ചേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. NCERT in 2015 defines adaptation as adjusting materials, assessment or settings for learner success. അത് അഡാപ്റ്റേഷൻ എന്നുള്ള ടേം കൊണ്ട് NCERT പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റിംഗ് മെറ്റീരിയൽസ്, അസസ്മെന്റ്സ് ഓർ സെറ്റിംഗ്സ്. ഓക്കെ, ലേണറിന്റെ ആവശ്യങ്ങൾക്കും ലേണറിന്റെ വിജയത്തിനും വേണ്ടി നമ്മൾ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഇവാലുവേഷൻ സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആക്കി മാറ്റുന്നു. ഓക്കെ, ഇതിനെയൊക്കെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻസ് ക്യാൻ ബി മെയ്ഡ് ത്രൂ അക്കോമഡേഷൻസ് ഓർ മോഡിഫിക്കേഷൻസ്. ഓക്കെ, അവരെ അക്കോമഡേറ്റ് ചെയ്യണം. And we should have to modify the classroom and the surrounding.
മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കരിക്കുലം അഡാപ്റ്റേഷൻ. എന്താണ് ഇതിന്റെ മീനിങ്? കരിക്കുലം അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ് ടീച്ചിങ് ടു ഫിറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് നീഡ്സ്. കുട്ടികളുടെ നീഡിനനുസരിച്ചിട്ടുള്ള ടീച്ചിങ്. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കണം ടീച്ചിങ്. ഇറ്റ് സപ്പോർട്ട്സ് ഇൻക്ലൂഷൻ ബൈ അലൗവിങ് ഓൾ സ്റ്റുഡൻസ് ടു ലേൺ ടുഗെദർ. അല്ലെ, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാ കുട്ടികളും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുമായിരിക്കണം ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ക്യാൻ മോഡിഫൈ കണ്ടന്റ്, ടീച്ചിങ് സ്റ്റൈൽ ഓർ ഫിസിക്കൽ സെറ്റപ്പ്. അതിന് വേണ്ടിയിട്ട് ടീച്ചറിന് കോണ്ടന്റ്, കരിക്കുലം മോഡിഫൈ ചെയ്യേണ്ടി വരും, ടീച്ചർ അല്ല ഹയർ അതോറിറ്റീസ് ഒക്കെ. അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റൈൽ, ദ വേ ഓഫ് ഇന്ററാക്ഷൻ, അറ്റൻഡിങ് സ്റ്റുഡൻസ്, അത് ഡിഫറെന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ സെറ്റപ്പ്, നമ്മൾ പറഞ്ഞില്ലേ കോറിഡോർസ് അങ്ങനെ മാറ്റണം, ചിലപ്പോൾ ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഒക്കെ വലുപ്പം കൂട്ടേണ്ടി വരും. പിന്നെ വീൽ ചെയർ ഇരിക്കാൻ പാകത്തിലുള്ളതായിരിക്കണം ക്ലാസ് റൂം. കാരണം കുട്ടികളുടെ നീഡ് അനുസരിച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ മാറ്റം വരുത്താനായിട്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് ഫോർ ദോസ് വിത്ത് ഡൈവേഴ്സ് എബിലിറ്റീസ്. നമുക്കറിയാം കുട്ടികൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്, പല കഴിവുകളുള്ള കുട്ടികളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് റൂം മാറ്റം വരുത്തണം. അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ് നമ്മുടെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയാണ്, അവരാണ് ഇൻ ദ സെന്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടത്തേണ്ടി വരും. ഇറ്റ് എൻഷുവേഴ്സ് എൻക്വിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം ലേണിംഗ്. അതായത് ഇക്വിറ്റി, അല്ലെ, എല്ലാവർക്കും ഇക്വാളിറ്റി വേണം, എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോസസ്. കരിക്കുലം അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്. ഇനി എന്താണ് കരിക്കുലം അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്? അല്ലെ, അതൊക്കെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെനി സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ക്യാൻ സക്സീഡ് വിത്ത് മൈനർ അഡ്ജസ്റ്റ്മെന്റ്സ്. അല്ലെ, അതായത് ഈ സ്പെഷ്യൽ നീഡുകളുള്ള, സ്പെഷ്യലി ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചില അഡ്ജസ്റ്റ്മെന്റ്സ് ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അക്കോമഡേഷൻസ് ആർ സ്മോൾ ചേഞ്ചസ് ദാറ്റ് ഡോണ്ട് ലോവർ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു വിത്തൗട്ട് ലൂസിങ് ദ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്. മോഡിഫിക്കേഷൻസ് ആർ മേജർ ചേഞ്ചസ് ആൻഡ് മെനി ലോവർ ഓർ ചേഞ്ച് ലേണിംഗ് ഗോൾസ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വലിയ ചേഞ്ചുകളാണ്, ഒരു പക്ഷേ ലേണിംഗ് ഗോൾ തന്നെ മാറ്റിയേക്കാവുന്നതാണ് ഈ മോഡിഫിക്കേഷൻസ്. അക്കോമഡേഷൻസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ആക്സസ് ദ കരിക്കുലം വിത്തൗട്ട് ചേഞ്ചിങ് വാട്ട് ഈസ് ടോട്ട്. ഇപ്പൊ അക്കോമഡേഷൻ എന്ന് പറഞ്ഞത് ചെറിയ മാറ്റങ്ങളാണ്, അല്ലെ, അപ്പോ കരിക്കുലത്തെ വല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. Then modifications involve creating individual learning goals for students who need them. അതായത് ചിലപ്പോൾ നമുക്ക് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമുക്ക് 90% മാർക്ക് വാങ്ങിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗോളാണ് ടീച്ചർ സെറ്റ് ചെയ്യേണ്ടത്. അവിടെ മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത്. ഓക്കെ, ബട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ നല്ല ഇന്റലക്ച്വൽ ആയിരിക്കും. അപ്പൊ അവർക്ക് 90% അല്ലെങ്കിൽ റാങ്ക് കിട്ടാനുള്ള രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് നടത്തേണ്ടി വരിക. ഗോൾ ചേഞ്ച് ഒന്നും വേണ്ടി വരില്ല. അപ്പൊ അതാണ് അക്കോമഡേഷൻ. ഡെഫിനിഷൻ ഓഫ് കരിക്കുലർ അക്കോമഡേഷൻസ്. ഇനി കരിക്കുലർ അക്കോമഡേഷൻ എന്നാൽ എന്താണ്? അക്കോമഡേഷൻസ് ചേഞ്ച് ഹൗ ടീച്ചിങ് ആൻഡ് അസസ്മെന്റ് ആർ ഡൺ. അല്ലെ, എങ്ങനെയാണ് ടീച്ചിങ്ങും ഇവാലുവേഷനും നടക്കുന്നത്, അതാണ് അക്കോമഡേഷൻ. ദേ ഡു നോട്ട് ചേഞ്ച് വാട്ട് സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു ലേൺ. അത് എന്താണ്, കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്നതിൽ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, ചെറിയ ചേഞ്ച് ഉള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗിവിംഗ് മോർ ടൈം, ചേഞ്ചിങ് ലൊക്കേഷൻ ഓർ യൂസിങ് ഓഡിയോ ബുക്സ്. അല്ലെ, ഇപ്പൊ കണ്ണ് കാണാത്തവർക്ക് ഓഡിയോ ബുക്സ് കൊടുക്കുക, സബ് ടൈറ്റിൽ വീഡിയോ കൊടുക്കുക, അത്രയൊക്കെ ചേഞ്ചേ വരുത്തുന്നുള്ളൂ. ഇപ്പോ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് സ്ക്രൈബ് ഉണ്ടാവും, അപ്പൊ അവർക്ക് എക്സാമിന് കുറച്ചധികം സമയം കൊടുക്കുക. അതൊക്കെ നമ്മുടെ കരിക്കുലം എലോ ചെയ്യുന്ന കാര്യങ്ങളാണ്. suitable for students with mild to moderate disabilities. ഇത് ഏത് രീതിയിലുള്ള ഡിസാബിലിറ്റിയാണ്? മൈൽഡ് ടു മോഡറേറ്റ് ഡിസാബിലിറ്റി ഉള്ള കുട്ടികൾക്കാണ് എന്തുണ്ടാക്കുന്നത്? കരിക്കുലർ അക്കോമഡേഷൻസ് അല്ലെ നമ്മൾ വരുത്തുന്നത്. ഹെൽപ്പ് എൻഷുർ ഫെയർനെസ് ആൻഡ് ആക്സസ് വിത്തൗട്ട് ലോവറിംഗ് എക്സ്പെക്ടേഷൻസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെ കുട്ടികൾക്ക് ആ ഒരു ക്വാളിറ്റിയിൽ കുറവൊന്നും വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി ഡെഫിനിഷൻ ഓഫ് കരിക്കുലം മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ ആണ്. നമ്മൾ അക്കോമഡേഷൻ കഴിഞ്ഞു, ഈ കരിക്കുലം മോഡിഫിക്കേഷൻ. That change what is taught or expected from the student. കുട്ടിയിൽ നിന്ന്, കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. കുട്ടിക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. They are used when a student cannot meet the regular curriculum goals. അപ്പോൾ മൊത്തത്തിൽ ഒരു കരിക്കുലത്തിന് ഒരു ഗോൾ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ നോളജ് ആൻഡ് കരിക്കുലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ കുട്ടിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ വലിയ മീനിങ് ഇല്ല.
സിംപ്ലിഫൈഡ് കോണ്ടന്റ്, ഫങ്ഷണൽ ഗോൾസ് ഓർ ആൾട്ടർനേറ്റീവ് ലേണിംഗ് ടാസ്ക്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് 90% മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് മേ നോട്ട് ബി ഹാപ്പൻ. അപ്പൊ അവർക്ക് സിംപ്ലിഫൈഡ് കോണ്ടന്റും അതുപോലെ തന്നെ അവർക്ക് ആൾട്ടർനേറ്റ് ലേണിംഗ് ടാസ്കുകളൊക്കെയാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അവർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ തന്നെ അത് വലിയ ഒരു നേട്ടമാണ്, അച്ചീവ്മെന്റ് ആണ്. സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻസ് വിത്ത് സിവിയർ ഓർ മൾട്ടിപ്പിൾ ഡിസാബിലിറ്റീസ്. ഇപ്പൊ ഈ കരിക്കുലം മോഡിഫിക്കേഷൻ സിവിയർ ഓർ മൾട്ടിപ്പിൾ ഡിസാബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോഡിഫിക്കേഷൻസ് ഓഫൻ റിക്വയർ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻസ്. അല്ലെ, ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. അതായത് കുട്ടികളുടെ ആ ഒരു ഡിസബിലിറ്റിക്ക് അനുസരിച്ച്, അതിന്റെ തോതനുസരിച്ചിട്ട്. റിലേഷൻഷിപ്പ് എമംഗ് അഡാപ്റ്റേഷൻസ്, അക്കമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്. ഇനി ഇതൊക്കെ തമ്മിലുള്ള, ഈ ടേമുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അഡാപ്റ്റേഷൻസ് ഇൻക്ലൂഡ് ബോത്ത് അക്കമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ്. അല്ലെ, അക്കമഡേഷനും മോഡിഫിക്കേഷനും കൂടിയതാണ് അഡാപ്റ്റേഷൻ. ഓക്കെ, ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. അക്കമഡേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ആക്സസ് വിത്തൗട്ട് ലോവറിംഗ് സ്റ്റാൻഡേർഡ്സ്, സ്റ്റാൻഡേർഡ് കുറയാതെയുള്ള ചേഞ്ചസ്. ഓക്കെ, മോഡിഫിക്കേഷൻ പറഞ്ഞു വെച്ചാൽ ചേഞ്ച് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ ഗോൾ. അല്ലെ, മൾട്ടിപ്പിൾ ഡിസാബിലിറ്റി, സിവിയർ ഡിസാബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്കാണ് നമ്മൾ മോഡിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ അവിടെ ഗോൾ തന്നെ ചേഞ്ച് ചെയ്യുന്നു, കരിക്കുലത്തിന്റെ ഗോൾ ഓർ ഒബ്ജക്റ്റീവ് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അക്കമഡേഷൻസ് ആർ ഫോർ മൈൽഡ് മോഡറേറ്റ് നീഡ്സ്, മോഡിഫിക്കേഷൻസ് ഫോർ സിവിയർ നീഡ്സ്. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോത്ത് ഹെൽപ്പ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് സക്സീഡ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അപ്പൊ ഇത് നമ്മളൊക്കെ ഇതിന് ചേഞ്ച് വരുത്തുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് സച്ച് disabled people to the classroom. Comparison of adaptation with modification. ഇനി അഡാപ്റ്റേഷനും മോഡിഫിക്കേഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അക്കോമഡേഷൻസ് ചേഞ്ച് ഹൗ സ്റ്റുഡൻസ് ലേൺ. ഓക്കെ, മോഡിഫിക്കേഷൻസ് ചേഞ്ച് വാട്ട് സ്റ്റുഡൻസ് ലേൺ. കുട്ടികൾ പഠിക്കുന്ന രീതിയാണ് നമ്മൾ അക്കോമഡേഷനിൽ മാറ്റുന്നത്. അല്ലെ, ഓഡിയോയും അതുപോലെ തന്നെ സബ് ടൈറ്റിലൊക്കെ വെച്ചിട്ട്. ഇവിടെ കുട്ടികൾ പഠിക്കേണ്ട രീതി അല്ലെങ്കിൽ കോണ്ടന്റ് തന്നെ നമ്മൾ മാറ്റുന്നു. കാരണം അവർക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനോ അക്വയർ ചെയ്യാനോ പറ്റില്ല എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ. അക്കോമഡേഷൻസ് ഡോണ്ട് ചേഞ്ച് ലേണിംഗ് സ്റ്റാൻഡേർഡ്സ്, മോഡിഫിക്കേഷൻസ് ഡു. അങ്ങനെ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് ഒന്നും അക്കോമഡേഷൻ മാറ്റുന്നില്ല. അതായത് ഡിഫറെന്റ് കുറച്ച് ലേണിംഗ് സ്ട്രാറ്റജീസ് മാത്രമേ മാറ്റുന്നുള്ളൂ, ഗോൾ അത് തന്നെയാണ്. പക്ഷെ മോഡിഫിക്കേഷനിൽ ഗോൾ വരെ മാറുന്നു. കുട്ടി എഴുതും വായിക്കും പഠിച്ചാൽ മതി എന്നുള്ള ഗോളൊക്കെയാണ് മാക്സിമം ടീച്ചർ സെറ്റ് ചെയ്യുന്നത് ഇൻ സച്ച് കേസസ്. അക്കോമഡേഷൻസ് മേ ബെനിഫിറ്റ് ഓൾ സ്റ്റുഡൻസ്. അല്ലെ, അതായത് വിഷ്വൽ എയ്ഡ്സും ഒക്കെ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓഡിയോ എയ്ഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് ഉപയോഗപ്രദമാണ്. ചെവി കേൾക്കാത്തവർക്ക് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, നോൺ ഡിസേബിൾഡ് ചിൽഡ്രൻ. മോഡിഫിക്കേഷൻസ് യൂഷ്വലി അപ്ലൈ to specific students and requires IEPs. അല്ലെ, അപ്പൊ നമ്മുടെ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ചിൽഡ്രൻ വിത്ത് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഓർ സിവിയർ ഡിസബിലിറ്റി. അല്ലെ, അപ്പോ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു പക്ഷേ കരിക്കുലം തന്നെ മാറ്റേണ്ടി വരും, കരിക്കുലത്തിന്റെ ഗോൾ തന്നെ മാറ്റേണ്ടി വരും. അല്ലെ, ആ കുട്ടികൾക്ക് കുറച്ച് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെ മുഴുവനായിട്ട് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് മുഴുവനായിട്ട് പഠിപ്പിക്കാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആൻഡ് ദേ വോണ്ട് ഡു ദാറ്റ് അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ട സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള മാത്രം ടീച്ചിങ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് അവർക്കൊരു മിനിമം സ്റ്റാൻഡേർഡിന് വേണ്ടി. Accommodations are more common in all grades. അതുപോലെ തന്നെ മോഡിഫിക്കേഷൻസ് മോസ്റ്റ്ലി ഇൻ പ്രൈമറി ലെവൽസ്. എല്ലാ ഗ്രേഡിലും നമുക്ക് അക്കോമഡേഷൻസ്, അതായത് ഇപ്പോൾ മൈൽഡ് ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ ഏത് വരെയും PhD വരെയോ പോസ്റ്റ് ഡോക്ക് വരെയോ ഒക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രൈമറി ലെവലിൽ മാത്രം ആണ് ഈ ചേഞ്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ നമുക്ക് കഴിയുന്നുള്ളൂ. ഹയർ എഡ്യൂക്കേഷനിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീഡ് ഫോർ കരിക്കുലം അഡാപ്റ്റേഷൻസ്. Curriculum adaptations are right under the UNCRPD 2006. Okay. അതായത് കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരിക്കുലത്തെ മാറ്റുകയാണ്. അതായത് UNCRPD പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസാബിലിറ്റീസ്. അല്ലെ,
അതായത് ഇവരുടെ ഒരു സംഘടന, അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ ഉണ്ടായതാണ് ഇപ്പൊ UN കീഴിൽ. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ കരിക്കുലം അഡാപ്റ്റേഷൻസ് നടത്തുന്നത്. അത് അവരുടെ ഒരു റൈറ്റ് ആണ്, അവകാശമാണ്. They help students with difficulties access learning easily. അതായത് മൈൽഡ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്താണ് കൂടുതൽ പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുന്നു. They support inclusive education by simplifying and adjusting content. അല്ലെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എങ്ങനെയാക്കുന്നു? കോണ്ടന്റ് ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് അവർക്കെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് പഠനം വളരെ ഇൻക്ലൂസീവ് ആക്കി മാറ്റുന്നു. They ensure equal learning opportunities for all students. ഇവരെന്താണ് എല്ലാവർക്കും ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. They prevent students from feeling excluded in classrooms. അല്ലെ, ഇപ്പൊ സ്റ്റുഡൻസിനെ ഫീലിംഗ് എക്സ്ക്ലൂഡഡ് ഇൻ ക്ലാസ് റൂം, അവര് ഇതിന്റെ ഒരു ഭാഗമല്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവരുത്. ആ രീതിയിലാണ് നമ്മൾ കരിക്കുലത്തെ മാറ്റുന്നത്. ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഫോർ ഡിസൈനിങ് കരിക്കുലർ അഡാപ്റ്റേഷൻസ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കരിക്കുലത്തെ മാറ്റേണ്ടത്? കരിക്കുലം അഡാപ്റ്റേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്. അതായത് ഓരോ കുട്ടിയുടെ നീഡിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, ഇറ്റ്സ് നോട്ട് ആൻ എൻഡഡ് പ്രോസസ്. ടീച്ചേഴ്സ് മസ്റ്റ് അഡ്ജസ്റ്റ് കോണ്ടന്റ്, ടീച്ചിങ് ആൻഡ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്. അല്ലെ, കോണ്ടന്റും ടീച്ചിങ്ങും അസസ്മെന്റും ഒക്കെ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ടീച്ചർ ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത്. അക്കോമഡേഷൻ പറഞ്ഞാൽ ചേഞ്ചസ് ദാറ്റ് ഡു നോട്ട് എഫക്ട് കരിക്കുലം ഗോൾസ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ഔട്ട്കം ആണ് അവിടെ നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള കരിക്കുലം ഔട്ട്കമ്മിനേക്കാളും ഇൻഡിവിജ്വൽ ലേണിംഗ് ഔട്ട്കത്തിനാണ് മോഡിഫിക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവർക്കൊരു പക്ഷേ കരിക്കുലം ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത കുട്ടികളാണ്, അവർക്കാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് നടത്തുന്നത്. Teachers must review and evaluate the adaptations regularly to ensure effectiveness. അപ്പോൾ ടീച്ചർ റിവ്യൂ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഇത് ഇഫക്റ്റീവ് ആണോ, നമ്മൾ പഠിപ്പിക്കുന്ന രീതി ഇഫക്റ്റീവ് ആണോ എന്നുള്ളത് ടീച്ചർ സ്വയം വിലയിരുത്തണം. ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്. There are 9 types of adaptations: input, output, size, time, difficulty, support, participation, alternate goals and substitute curriculum. ഇതാണ് 9 types of curriculum. Some adaptations are accommodations, and others are modification. Adaptations are 2 types: accommodation and modification. Adaptation എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂസിവിറ്റിക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ചേഞ്ചസേ വരുത്തുന്നുള്ളൂ. മൈൽഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അക്കോമഡേഷൻസ് നടത്തുന്നത്. ഗോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ചെറിയ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ അക്കോമഡേഷൻ നടത്തുന്നത്. ബട്ട് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗോളെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ലേണിംഗ് ഗോൾ. പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ ആണ് നമ്മൾ അവിടെ നൽകുന്നത്. ഇൻഡിവിജ്വൽ ഗോൾ ആണ് സെറ്റ് ചെയ്യുന്നത്. സിവിയർ ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കാണ് മോഡിഫിക്കേഷൻസ് നടത്തുന്നത്. അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് മാച്ച് ടീച്ചിങ് ടു ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് എബിലിറ്റീസ്. അതുപോലെ തന്നെ ടീച്ചിങ് ഡിഫറെന്റ് സ്റ്റൈലിലും അതുപോലെ തന്നെ ഡിഫറെന്റ് രീതിയിലൊക്കെ ആയി മാറുന്നു. ലേണിംഗ് സ്റ്റൈലും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മാറുന്നു. They follow flexibility in instruction, assessment and content. ഒന്നും റിജിഡ് അല്ല, എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റും. കാരണം the curriculum is after all student centered. The goal is to make learning accessible and successful for all students. എന്താ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് എല്ലാവർക്കും ആക്സസിബിൾ ആവണം and they should become successful. അപ്പൊ ആ ഒരു രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇൻപുട്ട് അക്കോമഡേഷൻ എന്താണ്? ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻപുട്ട്. ഇൻപുട്ട് അഡാപ്റ്റേഷൻ ചേഞ്ചസ് ഹൗ കോണ്ടന്റ് ഈസ് ഡെലിവേർഡ്. എങ്ങനെയാണ് കോണ്ടന്റ് അതായത് സിലബസ് ഡെലിവർ ചെയ്യേണ്ടത്, അതിന് വരുത്തുന്ന മാറ്റങ്ങളാണ്. യൂസ് വിഷ്വൽ, ഓഡിറ്ററി, ഹാൻഡ്സ് ഓൺ മെത്തേഡ്സ്. ടീച്ച് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ഓർ കോപ്പറേറ്റീവ് സെറ്റിംഗ്സ്. അവർക്ക് മറ്റുള്ളവരോട് ഹെൽപ്പ് ചെയ്യാൻ പറയാം. പിയർ ടീച്ചിങ് ഈസ് ഓൾസോ ഇഫക്റ്റീവ്. ദെൻ അല്ലെങ്കിൽ സെയിം ഏജുള്ള കുട്ടികളോട് വായിച്ചു കൊടുക്കാൻ പറയാം, കണ്ണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. പ്രൊവൈഡ് കോൺക്രീറ്റ് എക്സാമ്പിൾസ് ഓർ ഡെമോൺസ്ട്രേഷൻസ്. അവർക്ക്
കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. മാച്ച് ടീച്ചിങ് മെത്തേഡ്സ് ടു സ്റ്റുഡന്റ് ലേണിംഗ് സ്റ്റൈൽസ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാം, ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതിലുപരി കുട്ടിക്ക് എങ്ങനെ അത് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ടീച്ചിങ് മെത്തേഡ് മാറ്റുക. ദെൻ ഔട്ട്പുട്ട് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ സ്റ്റുഡന്റ് റെസ്പോണ്ട്, അല്ലെ? ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് ഔട്ട്പുട്ട് തിരിച്ചു തരുന്നതാണ്, അല്ലെ? സ്റ്റുഡൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അലോ വെർബൽ ആൻസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് റിട്ടൺ വൺസ്, അല്ലെ? അതായത് എഴുതുന്നതിനേക്കാളും വെർബൽ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കണ്ണു കാണാത്ത ആളുകൾക്കോ ഒക്കെ വെർബൽ രീതി, അല്ലെ, പറയുന്ന രീതിയായിരിക്കും എളുപ്പം. യൂസ് വിഷ്വൽ ഓർ ഫിസിക്കൽ ഡെമോൺസ്ട്രേഷൻസ് ഫോർ ലേണിംഗ്, അല്ലെ? വിഷ്വൽ വീഡിയോസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ആക്സെപ്റ്റ് ഡിഫറെന്റ് ഫോർമാറ്റ്സ് ലൈക്ക് ഡ്രോയിങ്സ്, മോഡൽസ് എക്സെട്ര. പല രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യാം. യൂസ് അസിസ്റ്റീവ് ഡിവൈസസ് ഫോർ റെസ്പോൺസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോ കണ്ണു കാണാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോക്കൺ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെയാണ് നല്ലത്. അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു പക്ഷെ എഴുതാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ അവർക്ക് സ്ക്രൈബിനെയൊക്കെ വെക്കാം. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ. ദെൻ സൈസ് ഓർ ക്വാളിറ്റി, ദാറ്റ് ഇസ് മോഡിഫിക്കേഷൻ. അവിടെ മോഡിഫിക്കേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഇസ് റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ കോണ്ടന്റ് ടോട്ട്. നമ്മൾ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുത്താണ് കരിക്കുലം, അല്ലെ? അതായത് ക്വാണ്ടിറ്റി സൈസ് ഒക്കെ കുറയ്ക്കുകയാണ്. ഫോക്കസ് ഓൺ മോസ്റ്റ് എസെൻഷ്യൽ പാർട്സ് ഓഫ് ദ ലെസൺ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവരെ പഠിപ്പിക്കുന്നു. യൂസ് ദ ലേണിംഗ് പിരമിഡ് സം മോസ്റ്റ് ആൻഡ് ഓൾ സ്റ്റുഡൻസ്, അല്ലെ? ലേണിംഗ് പിരമിഡ് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ടെക്സ്റ്റ് ഒന്ന് നോക്കാം ഈ സമയത്ത്. അപ്പൊ അതിനനുസരിച്ച്, അതായത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ പേജ് നമ്പർ 131 അതായത് അവിടെ 3 സ്ട്രക്ചർ, അതായത് വൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് വാട്ട് ഓൾ സ്റ്റുഡൻസ് മസ്റ്റ് ലേൺ, അതാണ് ഏറ്റവും അടിയിൽ വരുന്നത് പിരമിഡിന്റെ. അത് കഴിഞ്ഞിട്ട് വാട്ട് മോസ്റ്റ് സ്റ്റുഡൻസ് മേ ലേൺ എന്നുള്ള നെക്സ്റ്റ് പാർട്ട് വരുന്നത്. ഏറ്റവും അപ്പർ പാസ്റ്റിൽ വരുന്ന വാട്ട് സം സ്റ്റുഡൻസ് മേ ലേൺ. അതായത് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന ഇത് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് എന്താണ്, സ്റ്റുഡൻസ് മാസ്റ്റർ കീ ലേണിംഗ് ഔട്ട്കംസ്, അത് മാത്രം മതി. കാരണം അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ അതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ടൈം, പ്രൊവൈഡ് എക്സ്ട്രാ ടൈം ഫോർ, അത് അക്കോമഡേഷൻ ആണ്. എക്സ്ട്രാ ടൈം ഫോർ അസൈൻമെന്റ്സ് ആൻഡ് ടെസ്റ്റ്, അല്ലെ? ടെസ്റ്റിങ്ങും അസൈൻമെന്റിനും ഒക്കെ എഴുതാൻ കൊടുക്കുമ്പോൾ മറ്റു കുട്ടികളെയൊക്കെ കുറച്ചധികം സമയം ഇവർക്ക് കൊടുക്കാം. റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇഫ് നീഡഡ്, വേണമെങ്കിൽ ക്വസ്റ്റ്യന്റെ എണ്ണം ഒക്കെ കുറയ്ക്കാം. അലോ ഫ്രീക്വന്റ് ബ്രേക്സ് ടു റെഡ്യൂസ് ഫാറ്റീഗ്. ചിലപ്പോൾ അവർക്ക് തളർച്ച എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ എഴുതിക്കോട്ടെ, അതിനാണ് നമ്മൾ എക്സ്ട്രാ ടൈം ഒക്കെ കൊടുക്കുന്നത്. എക്സ്റ്റെൻഡ് ഡെഡ്ലൈൻസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ്. അഡ്ജസ്റ്റ് പേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്മളെ സ്കൂളിന്റെ ആ ഒരു പേസിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിക്കനുസരിച്ച് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാം. ദെൻ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, അത് മോഡിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ടാസ്ക് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് എബിലിറ്റി. എല്ലാവർക്കും ഒരേ ടാസ്ക് കൊടുക്കണം എന്നില്ല, സ്റ്റുഡന്റ് എബിലിറ്റി അനുസരിച്ചിട്ടുള്ള ടാസ്ക് കൊടുത്താൽ മതി. ചേഞ്ച് ദ പ്രോബ്ലം ടൈപ്പ് ഓർ റൂൾസ് ഫോർ ഡൂയിങ് ടാസ്ക്. അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. യൂസ് ടൂൾസ് ലൈക്ക് കാൽക്കുലേറ്റേഴ്സ് ഓർ സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെ? മറ്റുള്ള കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാം എന്ന് പറയാം. മോഡിഫൈ ആക്ടിവിറ്റീസ് ടു ഫിറ്റ് സ്കിൽ ലെവൽസ്. ഓക്കെ, അതുപോലെ തന്നെ സ്കിൽ ലെവൽസ് അളക്കാനുള്ള ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുക. അല്ലാതെ കുറെ ഇന്റലക്ച്വൽ ആയിട്ടും എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് ഒന്നും ആവാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. ഫോക്കസ് ഓൺ ബിൽഡിംഗ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് അവർക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ, മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് 90% മാർക്ക് കിട്ടണം എന്ന ടാർഗറ്റ് അല്ല, ഗോൾ അല്ല നമ്മൾ വെക്കേണ്ടത്. ലെവൽ ഓഫ് സപ്പോർട്ട്, അത് അക്കോമഡേഷൻ ആയിട്ടുള്ള ആളുകൾക്കാണ് വരുന്നത്. അതായത് മൈൽഡ് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക്. പ്രൊവൈഡ് പേഴ്സണൽ സപ്പോർട്ട് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്, അല്ലെ? കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പേഴ്സണൽ സപ്പോർട്ട്. ടീച്ചർക്ക് ചിലപ്പോൾ ഇൻഡിവിജ്വൽ കെയർ ഒക്കെ കൊടുക്കേണ്ടി വരും. യൂസ് ടീച്ചർ അസിസ്റ്റൻസ് ഓർ പിയർ സപ്പോർട്ട്, അല്ലെ? ടീച്ചർ അസിസ്റ്റൻസിനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഒരു ടീച്ചറിന് ഒരു അസിസ്റ്റന്റിനെ വെക്കാം, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കൊണ്ട് പറയാം ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഗിവ് ഇൻ പ്രിയർ ടീച്ചിങ് ഒക്കെ നമ്മൾ പറഞ്ഞത്.
give instructions in small manageable steps. Offer constant encouragement and guidance. അല്ലെ, അതായത് ഇടയ്ക്ക് മാത്രമല്ല, കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ, നിരന്തരമായി അവർക്ക് എൻകറേജ്മെന്റും ഗൈഡൻസും കൊടുക്കുക. സപ്പോർട്ട് ക്യാൻ ബി ഫിസിക്കൽ, കോഗ്നിറ്റീവ് ഓർ ഇമോഷണൽ. അല്ലെ, ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാം, കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ സപ്പോർട്ട് കൊടുക്കാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. അല്ലെ, ഈ രീതിയിലുള്ള സ്റ്റുഡൻസ് വിത്ത് മൈൽഡ് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക്. പാർട്ടിസിപ്പേഷൻ ലെവൽ. മോഡിഫൈ ദ ലെവൽ ഓഫ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്. അല്ലെ, ക്ലാസ് ആക്ടിവിറ്റിയിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റികളുടെയൊക്കെ ഒരു എന്താ പറയാ, ഇവർക്ക് കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടെ ലെസ് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. എൻകറേജ് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അറ്റ് എ കംഫർട്ടബിൾ ലെവൽ. അവർക്കും കംഫർട്ടബിൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ലെറ്റ് സ്റ്റുഡൻസ് ചൂസ് റോൾസ് ദേ ആർ കോൺഫിഡന്റ് വിത്ത്. അപ്പം ഇപ്പൊ ഒരു നടക്കാൻ പറ്റാത്തൊരു കുട്ടിയാണ് വിചാരിക്കുക, കാലിന് പ്രോബ്ലം ഉള്ള കുട്ടി. അവർക്ക് ഓടുന്ന റോൾ പ്ലേ ഒക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും നടക്കുന്ന റോളൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇരിക്കുന്ന രീതിയിലുള്ള റോൾ, ബിക്കോസ് ദേ ആർ കംഫർട്ടബിൾ ഇൻ ഡൂയിങ് സച്ച് റോൾസ്. അപ്പം റിഡ്യൂസ് പ്രഷർ ആൻഡ് ഫോളോ, അലോ ഫ്ലെക്സിബിൾ ഇൻവോൾവ്മെന്റ്. അപ്പൊ കുട്ടിക്ക് ആ ഒരു ടെൻഷനൊക്കെ ഇല്ലാതെയാക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. പ്രൊവൈഡ് സപ്പോർട്ട് ടു ബിൽഡ് പാർട്ടിസിപ്പേഷൻ ഓവർ ടൈം. അതുപോലെ തന്നെ കുട്ടിയുടെ ആ പാർട്ടിസിപ്പേഷൻ അല്ലെ എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആൾട്ടർനേറ്റ് ഗോൾസ്, അത് മോഡിഫിക്കേഷനിലാണ്. കരിക്കുലർ ഗോളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പേഴ്സണലൈസ്ഡ് ഗോളാണ് ഉണ്ടാക്കേണ്ടത്. കീപ് ദ സെയിം കോണ്ടന്റ് ബട്ട് ചേഞ്ച് ദ ലേണിംഗ് ഗോൾസ്. കോണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആണ്. ടീച്ച് ലൈഫ് സ്കിൽസ് ഓഫ് ഫങ്ഷണൽ സ്കിൽസ് ഇൻസ്റ്റെഡ് ഓഫ് അക്കാഡമിക് വൺസ്. ലൈഫ്, അതായത് ലൈഫ് സ്കിൽസ് ഒക്കെ പഠിക്കുക, അല്ലാതെ കുറെ അക്കാഡമിക് ആയിട്ട് പഠിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽപ്പ് സ്റ്റുഡൻസ് അച്ചീവ് പേഴ്സണൽ റിയലിസ്റ്റിക് ഔട്ട്കംസ്. അങ്ങനെ കുട്ടികൾക്ക് എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഔട്ട്കംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക, റാദർ ദാൻ അക്കാഡമിക് ലെവൽ. ദിസ് ഈസ് കോൾഡ് ഫങ്ഷണൽ കരിക്കുലം. അപ്പൊ ഇങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന കരിക്കുലത്തെ നമ്മൾ ഫങ്ഷണൽ കരിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ് നീഡിങ് പ്രാക്ടിക്കൽ ലേണിംഗ്. അവർക്ക് പ്രാക്ടിക്കൽ, ചിലപ്പോൾ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം, തിയറിയിലേക്ക് ഉപരി പ്രാക്ടിക്കൽ, അതായത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് കരിക്കുലം മോഡിഫിക്കേഷൻ ആണ്. റീപ്ലേസ് ദ റെഗുലർ കരിക്കുലം വിത്ത് ആൻ ഈസിയർ വൺ. അതെ, ഓക്കെ, കരിക്കുലം റെഡ്യൂസ് ചെയ്ത് ഈസി ആക്കി മാറ്റാം. യൂസ് സിംപ്ലർ മെറ്റീരിയൽസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ടാസ്ക്. അതായത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയോ കൊടുക്കുമ്പോൾ ഇവർക്കും കൊടുക്കണം, പക്ഷെ അത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആവണം. ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആണ് കൊടുക്കേണ്ടത്. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ഔട്ട്കംസ്. ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻസ് വിത്ത് സിവിയർ ഡിസബിലിറ്റീസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഹെൽപ്സ് ദം പാർട്ടിസിപ്പേറ്റ് മീനിങ്ഫുള്ളി ഇൻ ലേണിംഗ്. അതായത് വളരെ വലിയ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. അതായത് കറിക്കുലം തന്നെ അവർക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇനി എന്താണ് യൂണിവേഴ്സൽ ഡിസൈൻ ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ് നീഡ് ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ്സ് ഫോർ ഓൾ ലേണേഴ്സ്. അല്ലെ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ഒരു ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ് ആവശ്യമായിട്ടുണ്ടാവും. ഓരോ കുട്ടിയുടെയും ആവശ്യാനുസരണം അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. Universal Design for Learning, that is UDL, and differentiated instruction are two major strategies. Inclusive സ്കൂളിന് വേണ്ട ഏറ്റവും essential ആയിട്ടുള്ള ഘടകങ്ങളാണ് UDL-ഉം DI. UDL helps all students learn from the beginning by removing learning barriers. അല്ലെ, UDL, Universal Design, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. അതെല്ലാ ബാരിയറും തടസ്സങ്ങളും നീക്കി കുട്ടികളെ നമ്മൾ കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു. DI, that is differentiated instruction എന്ന് പറഞ്ഞു വെച്ചാൽ it adjusts teaching based on each student's needs after instruction begins. അല്ലെ, ഓരോ കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കരിക്കുലം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്, ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ബോത്ത് അപ്രോച്ചസ് വർക്ക് ടുഗദർ ടു സപ്പോർട്ട് എവറി സ്റ്റുഡന്റ് സക്സസ്. എല്ലാവരെയും ഉൾക്കൊള്ളണം, എന്നാൽ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നമ്മൾ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ കോണ്ടന്റ് ടീച്ചിങ് മെത്തേഡ് മാറ്റണം. ഇങ്ങനെ ആയാലാണ് ഒരു ഇൻക്ലൂസീവ് സിസ്റ്റം സക്സസ്ഫുൾ ആയി മാറുള്ളൂ.
യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, UDL എന്താണ്? UDL focuses on designing the entire learning environment to include all learners. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. It supports self-directed learning where students monitor their own progress. Self-directed ആണ്, അതായത് കുട്ടികൾക്കും ഇതിൽ പങ്കുണ്ട്, അവർക്കും അവരുടെ ഗ്രോത്ത് എന്താണെന്ന് അസസ് ചെയ്യാം. UDL is proactive. It removes learning barriers before teaching starts. അതായത് ടീച്ചിങ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എന്താണ് എല്ലാ ബാരിയേഴ്സും, അതായത് കുട്ടികൾക്കുള്ള ആ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് ആവാം, ഇമോഷണൽ ബാരിയേഴ്സ് ആവാം. ബാരിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, തടസ്സം, അതെല്ലാം നീക്കം ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് വൺ സൈസ് ഡസ് നോട്ട് ഫിറ്റ് ഓൾ ഇൻ ലേണിംഗ്. അതായത് നമുക്കറിയാം ഒരു സൈസ് 6 ഇഞ്ചിന്റെ ചെരുപ്പാണെങ്കിൽ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. UDL മേക്സ് ലേണിംഗ് ആക്സസിബിൾ ടു എവ്രിവൺ regardless of ability or need. അതുപോലെ തന്നെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കരിക്കുലമാണ് UDL. അതായത് അവരുടെ എബിലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോബ്ലംസോ എന്തെന്നെ ആയിക്കോട്ടെ, പക്ഷെ everyone can access this UDL. Then definition of UDL. UDL അറിയാലോ, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്. UDL is a teaching framework for inclusive education from the start. It provides equal access to learning materials and methods for all students. Learning methodsനും അതുപോലത്തെ മെറ്റീരിയൽസിനുമുള്ള ഈക്വൽ ആക്സസ്, എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് പഠിക്കാനും ഈ മെറ്റീരിയൽസ് ഒക്കെ ആക്സസ് ചെയ്യാൻ. സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു ടേക്ക് ചാർജ് ഓഫ് ദെയർ ഓൺ ലേണിംഗ്. അവർ തന്നെയാണ് സ്വയം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ സ്വയം അവർ തന്നെ എൻതൂസിയാസ്റ്റിക് ആവണം ഫോർ ലേണിംഗ്. ലേണിംഗ് ഗോൾസ്, മെത്തേഡ്സ്, മെറ്റീരിയൽസ് ആൻഡ് അസസ്മെന്റ്സ് ആർ പ്ലാൻഡ് ടു സ്യൂട്ട് ഓൺ ലേണേഴ്സ്. നമ്മൾ ക്ലാസ് റൂമിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ മെത്തേഡുകൾ പ്ലാൻ ചെയ്യുന്നു, അതെല്ലാം കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. ദി എയിം ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ബിക്കം എക്സ്പെർട്ട് ഇൻഡിപെൻഡന്റ് ലേണേഴ്സ്. എന്താ നമ്മുടെ ലക്ഷ്യം? ത്രൂ UDL കുട്ടികൾ എക്സ്പെർട്ടുകളാവണം, ആൻഡ് ദേ ഷുഡ് ബിക്കം ഇൻഡിപെൻഡന്റ്, അല്ലെ, മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരാവണം ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ. ദെൻ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് UDL. UDL is student centered. Okay, സ്റ്റുഡന്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ആൻഡ് റിമൂവ്സ് ലേണിംഗ് ബാരിയേഴ്സ് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ പറഞ്ഞില്ല, എല്ലാ ബാരിയേഴ്സും ഒഴിവാക്കി, പഠിക്കാനുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി അവർക്ക് മാക്സിമം ഇൻപുട്ട് കൊടുക്കാം. It offers multiple ways for students to engage, understand and express knowledge. Engage, understand and express knowledge. Okay, അവർക്ക് നോളജ് എൻഗേജ് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. UDL encourages students to choose how they want to learn. Okay, എങ്ങനെ ആണ് പഠിക്കേണ്ടത്? Okay, കുട്ടികളാണ് അത് തീരുമാനിക്കേണ്ടത്. Then teachers design flexible lessons during the planning stage itself. ടീച്ചർ വളരെ റിജിഡ് ആയിരിക്കരുത്, അല്ലെ, കുട്ടിയുടെ നീഡിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആവണം. ദി അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ക്രിയേറ്റ് എക്സ്പെർട്ട് ലേണേഴ്സ് ഹു ആർ മോട്ടിവേറ്റഡ് ആൻഡ് റിസോഴ്സ്ഫുൾ. അതുപോലെ തന്നെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെർട്ട് ലേണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് അവര് ചിലപ്പോൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. മോട്ടിവേഷനിലൂടെ അവരെയും ഈക്വൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുക, എക്സ്പെർട്ട് ലേണേഴ്സ് ആക്കി മാറ്റുക. ഇതാണ് നമ്മുടെ UDLന്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രത്യേകത. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇനി DI എന്താണ്? DI റെസ്പോൺസ് ടു ദ ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. ഓരോ കുട്ടിക്കും ഓരോ ആവശ്യം ഉണ്ടാവും, അല്ലെ, അതാണ് DI. It adjusts teaching methods, content and assessment during or after teaching. അസസ്മെന്റ് മെത്തേഡിലും കോണ്ടന്റിലും അതുപോലെ ടീച്ചിങ് മെത്തേഡ് ഒക്കെ മാറ്റേണ്ടി വരും ഓരോ കുട്ടിക്ക് അനുസരിച്ച്. ഇറ്റ് ഈസ് ഓഫൻ ദെൻ ആഫ്റ്റർ ടീച്ചേഴ്സ് ഒബ്സർവ് സ്റ്റുഡന്റ് പ്രോഗ്രസ്. ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം കുട്ടികളുടെ അവസ്ഥ എന്താണ്, അവരുടെ പ്രോഗ്രസ് എന്താണ് എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ചേഞ്ച് വരുത്തുന്നത്. ഇറ്റ് ഈസ് ഓഫൻ ദെൻ ആഫ്റ്റർ ടീച്ചേഴ്സ് ഒബ്സർവ് സ്റ്റുഡന്റ് പ്രോഗ്രസ്, അല്ലെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഒരു അസസ്മെന്റോ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക ദേ ആർ ബാക്ക്വേർഡ് സ്റ്റുഡൻസ് ആൻഡ് വാട്ട് ആർ ദെയർ നീഡ്സ്. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെയാണ് ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അതായത് ഇവർക്കും ഇപ്പൊ
കണ്ണ് കാണാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാവും അവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് മാറ്റുക. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ദെൻ teachers provide targeted strategies for small groups or individuals. അതുപോലെ തന്നെ ടാർഗറ്റഡ് സ്ട്രാറ്റജി, നമുക്കൊരു ടാർഗറ്റ് ഗോൾ ഉണ്ടായിരിക്കണം, ഇവരെ എങ്ങനെ മാറ്റിയെടുക്കാം, അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, മാർഗങ്ങളാണ്. DI helps all learners grow using what works best for them. അപ്പോൾ എല്ലാ ആളുകൾക്കും ഹെൽപ്ഫുൾ ആണ് DI. അതുപോലെ തന്നെ ഇപ്പൊ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ DI നല്ലതാണ്. കാരണം അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ടീച്ചർ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി ലേണർ ടു ഗ്രോ യൂസിങ് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ ദം. അവരിൽ നിന്ന് ഏറ്റവും നല്ലത് ഊറ്റിയെടുക്കാനുള്ള മാർഗമാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഓർ DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെഫിനിഷൻ ഓഫ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. DI ഈസ് ആൻ അപ്രോച്ച് ടു മീറ്റ് ദി യുണീക്ക് നീഡ്സ് ഓഫ് എവറി സ്റ്റുഡന്റ്. ഓരോ സ്റ്റുഡന്റിനും യുണീക്ക് നീഡ് ഉണ്ടാവും. അതെന്താന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിക്കലാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ചേഞ്ചസ് ടീച്ചിങ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് റെഡിനെസ്, ഇൻട്രസ്റ്റ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ്. അല്ലെ, കുട്ടികൾ എപ്പോഴും റെഡി ആയിരിക്കണം. അവരുടെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് സ്റ്റൈൽസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചർ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് സോ ഡിഫറെന്റ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്റ്റുഡന്റ്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ് that adapts throughout instruction. അല്ലെ, അതൊരു ഫ്ലെക്സിബിൾ ആണ്, അതായത് റിജിഡ് അല്ല, നമുക്ക് മാറ്റങ്ങൾ എപ്പോഴും വേണമെങ്കിലും വരുത്തേണ്ടി വരും. DI allows every student to move forward at their own pace. അല്ലെ, അതായത് അവർക്ക് വേണമെങ്കിൽ അവർക്ക് സ്വയമായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ ഫോർവേഡ്, അതായത് മുന്നോട്ട് പോകാൻ പറ്റും. ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ലേണിംഗ് സക്സസ്. അങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലേണിംഗിലും ഗ്രൂപ്പ് ലേണിംഗിലും അവരെ സക്സസ്ഫുൾ ആക്കുന്നത് വിത്ത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അതായത് അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. മറ്റുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഒരു പുഷ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ടീച്ചേഴ്സ് എന്തെങ്കിലും ഹിന്റ് കൊടുക്കേണ്ടി വരും, ക്ലൂസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ടീച്ചർ പ്രൊവൈഡ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DI. DI ഈസ് എ റെസ്പോൺസീവ് ആൻഡ് ഫ്ലെക്സിബിൾ ടീച്ചിങ് അപ്രോച്ച്. ഫ്ലെക്സിബിൾ ആണ് അല്ലെ, കുട്ടിക്കനുസരിച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. Teachers adjust strategies after analyzing student learning data. അപ്പൊ സ്റ്റുഡന്റ് ലേണിംഗ് ഡേറ്റ, അതായത് കുറച്ച് കാലം ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് എന്ത് വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ കരിക്കുലം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. The goal is to provide a learning environment where all students can succeed. എല്ലാവർക്കും വിജയം ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. DI uses teacher chosen strategies for specific students or groups. Like ഒരു പ്രത്യേക ഗ്രൂപ്പ് സ്റ്റുഡൻസിനോ പ്രത്യേക തരത്തിലുള്ള കുട്ടികൾക്കോ വേണ്ടിയാണ് നമ്മൾ DI ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അല്ലെ, അവർക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് UDL ഫ്രം DI? ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്. UDL ഈസ് പ്രോ ആക്റ്റീവ്, ദാറ്റ് ഈസ് ബാരിയേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ടീച്ചിങ് ബിഗിൻസ്. UDL DI പറഞ്ഞു വെച്ചാൽ ചേഞ്ചസ് ആർ മെയ്ഡ് ആഫ്റ്റർ ടീച്ചിങ് ബിഗിൻസ് ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് നീഡ്സ്. അത് ബാരിയർ ആദ്യം തന്നെ ഇല്ലാതെയാക്കുന്നു. ഇവിടെ കുട്ടികളുടെ നീഡ് അനുസരിച്ചിട്ട് ടീച്ചർ കരിക്കുലം മാറ്റുന്നു, അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ് മാറ്റുന്നു. ബോത്ത് യൂസ് ഫ്ലെക്സിബിൾ ടൂൾസ്, ഗ്രൂപ്പിംഗ് ആൻഡ് സ്റ്റുഡന്റ് സ്ട്രെങ്ത്. അല്ലെ, ഫ്ലെക്സിബിൾ ആണ്, ഗ്രൂപ്പിംഗ്സ്, ഗ്രൂപ്പ് വർക്കിലൊക്കെ ഇത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. അതുപോലെ സ്റ്റുഡന്റ് സ്ട്രെങ്ത് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെ, കുറെ കുട്ടികളുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഇംപോസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ടീച്ചർ അസിസ്റ്റന്റോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ക്ലാസ്സിൽ വെക്കേണ്ടി വരും, PR ടീച്ചിങ് ഒക്കെ നടത്തേണ്ടി വരും. UDL ഈസ് യൂസ്ഡ് ഡ്യൂറിങ് പ്രീ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതായത് പ്രീ ഇൻസ്ട്രക്ഷൻ, അതായത് ഇൻസ്ട്രക്ഷന്റെ മുൻപോ, അതായത് കുറച്ചു കാലം ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ UDL ചെയ്യാനായിട്ട്. DI ഈസ് യൂസ്ഡ് ഡ്യൂറിങ് പോസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ DI, അതായത് ഓരോ കുട്ടിയുടെയും ആവശ്യം എന്താണെന്ന് അറിയാൻ കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പൊ അതാണ് പോസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷന് ശേഷമാണ് ഈ DI ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്. UDL പ്ലാൻസ് ഫോർ ഇൻക്ലൂഷൻ ഫ്രം ദ സ്റ്റാർട്ട്. DI അഡ്രസ്സസ് ഡിഫറൻസസ് ഡ്യൂറിംഗ് ലേണിംഗ്. UDL എന്താണ്? പ്ലാൻസ് ഫോർ ഇൻക്ലൂഷൻ ഫ്രം ദ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ബാരിയേഴ്സ് എല്ലാം നീക്കുന്നു. ദാറ്റ് ഈസ് UDL.
DI എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസസ് ഡ്യൂറിങ് ലേണിംഗ്. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടീച്ചറിന് മനസ്സിലാവും ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് ടീച്ചർ ടീച്ചിങ് മെത്തേഡ് ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് DI ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് UDL ആൻഡ് DI ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ബോത്ത് UDL ആൻഡ് DI ഹെൽപ്പ് ഓൾ സ്റ്റുഡൻസ് ആക്സസ് ആൻഡ് എൻഗേജ് ഇൻ ലേണിംഗ്. നമുക്കറിയാം അല്ലെ, രണ്ടും ഇസെൻഷ്യൽ ആണ്. UDL is used to plan and deliver the lesson with flexibility and access for all. UDL എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിസൈൻ ആണ്, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്ലെക്സിബിളി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. DI is used to adjust and support after observing how students respond. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വലിന് വേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Inclusive classrooms require teachers to use both UDL and DI. ഇവിടെ ടീച്ചേഴ്സ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ UDL-ഉം DI-യും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, എന്നാലാണ് എല്ലാവർക്കും അതിൽ ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. UDL ensures planning for all, DI ensures learning for each. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് UDL. DI എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് DI. That is the difference. Okay, hope you have understood this video. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ട കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അക്കോമഡേഷൻ, അതുപോലെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. വാട്ട് ഇസ് മീൻ ബൈ അക്കോമഡേഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇനി നിങ്ങളത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ആൻഡ് കുറെ ടെക്സ്റ്റിൽ കുറെ ടേബിൾസ് ഒക്കെ ഉണ്ട്, ആൻഡ് യു ഷുഡ് ഹാവ് ടു റീഡ് ദോസ് ടേബിൾസ് because it will ease your learning. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിക്കുക, നോട്ടൊക്കെ എഴുതുക. ഓക്കെ, താങ്ക് യു.